ഇവിളായി അഥവാ കണ്ണേറിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എന്നാവാ ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു വലിയൊരു അനുഭവത്തെ പറ്റി കേൾക്കാം. ആദ്യമൊക്കെ ഈ കണ്ണേർ പറ്റുക എന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വന്തം ജീവിതാനുഭവത്തിൽ വരുമ്പോഴല്ലേ നമുക്ക് ഓരോരുത്തർക്ക് ബോധോദയം ഉണ്ടാവുന്നത്. ഞാൻ ആദ്യമായി ഖത്തറിൽ പോകുന്ന സമയത്ത് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാൻ പോകുന്നവരും അറിഞ്ഞായിരുന്നു. ബിക്കോസ് എനിക്കൊരു സർപ്രൈസ് തരാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ടിക്കറ്റും ബുക്ക് ചെയ്താൽ ലാസ്റ്റ് മിനിറ്റിലാണ് ഷോക്കിംഗ് ന്യൂസ് അറിയുന്നത്. വിസയിൽ ചെറിയൊരു പ്രോബ്ലം ഉള്ളതായി. അങ്ങനെ ആ മാസം എന്തായാലും എനിക്ക് പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് 30 days കഴിഞ്ഞ് എന്റെ വിസയ്ക്ക് ഒന്നുകൂടെ അപ്ലൈ ആക്കി. ഈ സമയത്ത് തന്നെ വീണ്ടും കൊണ്ടുവരാൻ പോകുന്ന വിവരം പ്രത്യേകിച്ച് ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ വിസയും ടിക്കറ്റും എല്ലാം ഓക്കെ ആയി ഞാൻ അവിടെ എത്തിയതിനു ശേഷമാണ് എല്ലാവരും അറിയുന്നത്. അതോടെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് അത് ആരെയും അറിയിക്കരുത്. ബിക്കോസ് നമ്മളെ സന്തോഷിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തെടുത്തതിന് ശേഷം മാത്രം എല്ലാവരെയും അറിയിക്കുക. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹാപ്പിനെസ്സും അച്ചീവ്മെന്റ്സും എല്ലാം സ്റ്റാറ്റസും സ്റ്റോറി ആക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു തട്ടുകേട് അതിനകത്ത് വരാറില്ലേ? അതെന്തെങ്കിലും വഴക്കിന്റെ രൂപേണേ ആവാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടവും ആവാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റിലൂടെ പറയണേ. അപ്പോൾ എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.